നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കനത്ത കാറ്റിലും മഴയിലും തീരദേശ മേഖലയിൽ വ്യാപക നാശനഷ്ടം. മതിലകം പുന്നക്ക ബസാറിൽ ദേശീയപാത 17 BOT വൽക്കരണത്തിനെതിരെ നടത്തുന്ന സമരം 50 ദിവസം പിന്നിട്ടു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരിഞ്ഞനം യൂണിറ്റ് വാർഷികവും പൊതുയോഗവും സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. തിങ്കളാഴ്ച രാത്രിയിലുണ്ടായ കനത്ത കാറ്റിലും മഴയിലും തീരദേശ മേഖലയിൽ വ്യാപക നാശനഷ്ടം. മരങ്ങൾ വീണ് വീടുകൾ തകർന്നു. 1000-ഓളം കുലച്ചവാഴകൾ ഒടിഞ്ഞു വീണു. എടത്തിരുത്തി മധുരംപിള്ളിയിൽ തണ്ടാശ്ശേരി സന്തോഷിന്റെ ഓടിട്ട വീടിന് മുകളിൽ പ്ലാവ് വീണ് വീട് ഭാഗികമായി തകർന്നു. രാത്രി 9 മണിയോടെയായിരുന്നു സംഭവം. ആർക്കും പരിക്കില്ല. തൊട്ടടുത്ത വെളിയത്ത് ബാബുരാജിന്റെ വാർക്ക വീടിന് മുകളിൽ പ്ലാവും കവുങ്ങും കടപുഴകി വീണ് വീടിന്റെ സൺഷെയ്ഡ് തകർന്നു. മാണിയത്ത് സുവർണന്റെ മകൻ റോഷിന്റെ 700-ഓളം കുലച്ച നേന്ത്രവാഴകൾ ഒടിഞ്ഞു വീണു. വെളിയത്ത് പ്രഭാകരൻ, ചളിങ്ങാട് പടിഞ്ഞാറേ വീട്ടിൽ ഹമീദ്, പുഴങ്കരയില്ലത്ത് റഷീദ്, തോട്ടുപറമ്പത്ത് കരീം എന്നിവരുടെയും 400-ഓളം വാഴകൾ ഒടിഞ്ഞു വീണിട്ടുണ്ട്. മേഖലയിൽ പലയിടത്തും മരങ്ങൾ വീണ് ഇലക്ട്രിക് പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു. ഇതുമൂലം വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടിരിക്കുകയാണ്. നാശനഷ്ടങ്ങൾ ഉണ്ടായ സ്ഥലങ്ങൾ അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA സന്ദർശിച്ചു. മതിലകം പുന്നക്ക ബസാറിൽ ദേശീയപാത 17 BOT വൽക്കരണത്തിനെതിരെ നടത്തുന്ന സമരം 50 ദിവസം പിന്നിട്ടു. 50-ാം ദിവസത്തെ സമരം അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. PJ മോൻസി, രാജൻ ആന്റണി, രാജേഷ് അപ്പാട്ട്, TK വാസു, KK ഷാജഹാൻ, ജമാലുദ്ദീൻ പുതിയകാവ്, ഡോക്ടർ ബാബു, TR രമേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ഈ ജനരോഷത്തിന്റെ മതിലുകൾ തകർന്നു വീഴുന്ന ദിവസം എനിക്കെതിരെ മഹത്തായ ആക്രമണം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ സംഭവം ഇവിടത്തേതിൽ നിന്നും കുറച്ച് വ്യത്യാസമുണ്ട്. ഇടപ്പള്ളി മുതൽ മൂത്തകുന്നം വരെയുള്ള ഭാഗത്ത് എന്നെ പോലെ 30 മീറ്റർ വീതിയിൽ റോഡുണ്ടാക്കുവാൻ സ്ഥലം വിട്ടുകൊടുത്ത 4000-ത്തിലധികം കുടുംബങ്ങൾ. അതിൽ പലരും എവിടെ പോയി, ഇപ്പോൾ എവിടെയാണ്, എങ്ങനെ സഹവസിക്കുന്നു, എങ്ങനെ ദൈനംദിന ജീവിതങ്ങൾ നടപ്പാക്കുന്നു എന്നൊന്നും ആർക്കും അറിയില്ല. ഏതായാലും ഒരു 3000-ൽ താഴെ ആളുകൾ ഇപ്പോഴും അവിടെ റോഡിന്റെ ഇരുവശങ്ങളിലുമായി വെട്ടിപ്പൊളിച്ച വീടുകളും ശേഷിച്ച 1.5 സെന്റിലും ഒക്കെ വീടുകൾ പണിത് അവിടെ ഇങ്ങനെ താമസിക്കുകയാണ്. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിൽ നെൽകൃഷിക്കായി നിലം ഒരുക്കുന്നു. തരിച്ചു കിടന്നിരുന്ന മാണിയം താഴം പാടത്തെ 9 ഏക്കറിലാണ് കൃഷി ഇറക്കുന്നത്. ഇതിനു മുന്നോടിയായി പാടത്തെ ചേക്കപ്പുല്ല് നീക്കി തുടങ്ങി. കഴിഞ്ഞ തവണ ഇതേ പാടത്ത് 3 ഏക്കർ സ്ഥലത്ത് നെൽകൃഷി ചെയ്തിരുന്നു. 3 ട്രാക്ടർ ഉപയോഗിച്ചാണ് സ്ഥലത്തെ ചേക്കപ്പുല്ല് നീക്കുന്നത്. ചൊവ്വാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഇവിടുത്തെ കൃഷിക്കാർ അതിനുവേണ്ടി ആത്മാർത്ഥമായ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. ഇപ്പോൾ ഇന്ന് 5-6 ഏക്കർ സ്ഥലത്ത് ചേക്ക മൂടിക്കിടക്കുന്ന സ്ഥലമെല്ലാം മാറ്റി ചേക്ക കൃഷിക്ക് വേണ്ടി ഒരുക്കുന്നത്. കഴിഞ്ഞ വർഷം കുറച്ച് സ്ഥലം നമ്മൾ ഒരുക്കി പരീക്ഷണ അടിസ്ഥാനത്തിൽ നടത്തിയത് വിജയമായി മാറ്റാൻ വേണ്ടി കഴിഞ്ഞു. നാളെ ജൈവ വൈവിധ്യ ദിനമാണ്. ലോകത്തെ എല്ലാ ഭാഗങ്ങളിലുമുള്ള ആളുകൾ പരിസ്ഥിതിക്ക് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ദിനമായിട്ട് ആഘോഷിക്കുന്ന ദിവസമാണ് നാളെ. അതിന് മുന്നോടിയായി ഇവിടുത്തെ കൃഷിക്കാർ നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജലസമ്പത്തിനെ സംരക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് മാണിയന്താഴം എന്ന് പറയുന്ന ഈ പാടം. ഇത് കൃഷി സ്ഥലം മാത്രമല്ല, നമ്മുടെ ജലം സംരക്ഷിക്കുന്ന ഒരു സ്ഥലമാണ്. ഈ കരപ്രദേശത്തിലെ ആളുകളൊക്കെ തന്നെ വെള്ളം കുടിക്കുന്ന ഈ പാടമുള്ളതുകൊണ്ടാണ്. ഈ പാടമില്ലെങ്കിൽ നമ്മുടെ ഈ കരപ്രദേശത്തിലെ ഒരാളും വെള്ളം കുടിക്കാൻ പോലും പറ്റാത്ത സാഹചര്യം ഉണ്ടാകുമെന്ന കാര്യം കൃഷിക്കാർക്കാണ് ഏറ്റവും കൂടുതൽ അറിയുന്നത്. അതുകൊണ്ട് ഈ പ്രദേശത്തെ കൃഷി ചെയ്തുകൊണ്ട് വീണ്ടും സജീവമാക്കി കഴിഞ്ഞാൽ ഇന്നത്തേതിനേക്കാൾ കൂടുതൽ ഭൂഗർഭ ജലസമ്പത്ത് നമ്മുടെ പ്രദേശത്ത് ഉണ്ടാവുകയും ഈ പ്രദേശത്ത് എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ് അധ്യക്ഷനായി. വാർഡംഗങ്ങളായ KR ഹരി, മല്ലിക വാസു, പഞ്ചായത്ത് സെക്രട്ടറി PA ഷാഹുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു. KSEB-യിലെ ഉദ്യോഗസ്ഥർ നിരുത്തരവാദിത്വപരമായി പെരുമാറുന്നു എന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കയ്പമംഗലം KSEB ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. എടത്തിരുത്തി പഞ്ചായത്ത് 5-ാം വാർഡ് മെമ്പർ AK ജമാൽ ധർണ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന, ഏറ്റവും കൂടുതൽ കണക്ഷൻ നൽകിക്കൊണ്ടിരിക്കുന്ന കയ്പമംഗലം എന്ന് പറയുന്ന ഈ KSEB ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട അവിടെ ഉണ്ടായിരുന്ന പൊതുപ്രവർത്തകർ ഈ ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് വളരെയധികം സമയം ഫോൺ ചെയ്യുകയും ആ ഫോൺ ചെയ്ത സമയത്ത് യാതൊരു പ്രതികരണവുമില്ലാത്ത രൂപത്തിൽ, ഇവിടെ നിന്ന് യാതൊരു മറുപടിയും കിട്ടാത്ത രൂപത്തിൽ അവിടെ നിന്നും യൂത്ത് കോൺഗ്രസിൻ്റെയും അതുമായി ബന്ധപ്പെട്ട പൊതുപ്രവർത്തകർ അടങ്ങുന്ന ഒരു സംഘം ഇവിടെ വന്ന് പരിശോധിച്ചപ്പോൾ
ഇവിടെ ഈ ഇലക്ട്രിസിറ്റി ഓഫീസിൽ ജീവനോ അല്ലെങ്കിൽ മറ്റു സ്വത്തുക്കൾക്കോ മറ്റുള്ളവരുടെ യാതൊരുവിധ ഉത്തരവാദിത്തങ്ങൾക്കോ യാതൊരുവിധ വിലയും കൽപ്പിക്കാത്ത ഒരു ഉദ്യോഗസ്ഥ വിഭാഗം ഇവിടെ മദ്യപിച്ച് മതോന്മത്തരായിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. KSU നിയോജക മണ്ഡലം പ്രസിഡന്റ് VA ആഷിഫ് അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് ചന്ദ്രാപിന്നി മണ്ഡലം പ്രസിഡന്റ് ഉമറുൽ ഫാറൂഖ്, PD സജീവ്, സത്യദേവൻ എന്നിവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേള.